ഈസ്റ്റേൺ കറി പൗഡർ കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കറി ഷോയിൽ ചെയ്യാൻ പോകുന്നത് ഫലൂദയാണ്. ഫലൂദ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ എല്ലാവർക്കും അത് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. പാൽ 1 കപ്പ്, മിൽക്ക് പൗഡർ 1 കപ്പ്, കണ്ടൻസ്ഡ് മിൽക്ക് 1 ടീൻ, നേന്ത്രപ്പഴം 1, സ്ട്രോബെറി സിറപ്പ് 1 ടേബിൾ സ്പൂൺ, സേമിയ 1/2 കപ്പ്, ചവ്വരി 1/2 കപ്പ്, വാനില ഐസ്ക്രീം 1 ലിറ്റർ, ഫ്രഷ് ഫ്രൂട്ട്സ് 1 കിലോ, ബ്ലാക്ക് കസ്കസ് ജെല്ലി. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് ഫലൂദ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം 1 കപ്പ് മിൽക്ക് പൗഡർ, 1 കപ്പ് ചൂടുപാൽ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിൽക്ക് പൗഡർ അധികം കട്ടയില്ലാതെ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുപാൽ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 ടീൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴം ചെറുതാക്കി മുറിച്ച് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ മൈക്രോവേവിൽ വെച്ച് ഹൈ പവർ വേണ്ട, ഒരു 80% പവർ ചെറുതായിട്ട് ഒന്ന് കുറച്ചതിന് ശേഷം അതിലൊരു 6 മിനിറ്റ് കുക്ക് ചെയ്യാം. ഞാൻ മൈക്രോവേവിലാണ് കുക്ക് ചെയ്യുന്നത്. നമുക്ക് സ്റ്റൗവിലാണെങ്കിലും ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പാത്രത്തിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം തുടർച്ചയായിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ തീ ആവണം. അതുപോലെ തിളച്ച് വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തിളയ്ക്കാറാവുമ്പോൾ അത് ഓഫ് ചെയ്താൽ മതിയാവും. ഫലൂദയ്ക്ക് നമ്മൾ കൊടുത്തിരുന്ന സമയമായിട്ടുണ്ട്. ഇനി അത് പുറത്തെടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് സേമിയയും ചവ്വരിയാണ്. സേമിയ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ച് പഞ്ചസാരയും ചേർത്ത് അതിലിട്ട് സേമിയ വേവിച്ചെടുക്കുക. എന്നിട്ട് അത് മാറ്റിയതിന് ശേഷം അതിലേക്ക് ചവ്വരി ചേർത്ത് വേവിച്ച് എടുക്കുക. അങ്ങനെ എടുത്തതാണിത്. ഇതിലേക്ക് ചവ്വരി ചേർക്കാം. സ്ട്രോബെറി സിറപ്പ് 1 ടേബിൾ സ്പൂൺ ചേർക്കണം. ഇപ്പോൾ ഫലൂദേൻ്റെ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഫ്രഷ് ഫ്രൂട്ട്സും ആയിട്ട് നമുക്ക് എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാൻ പറ്റും. ഇതിലേക്ക് ഇനി ഫ്രഷ് ഫ്രൂട്ട്സ് ചേർക്കാം. ഇത് ആപ്പിളാണ്, നേന്ത്രപ്പഴം ചെറുതാക്കി മുറിച്ചത്, പോംഗ്രാനൈറ്റ്, മുന്തിരി, ഈന്തപ്പഴം കുരുകളഞ്ഞ് ചെറുതാക്കി മുറിച്ച്, കിസ്മിസ്, നട്ട്സ്, ബദാം, ഇനി ചേർക്കാൻ പോകുന്നത് കറുത്ത കസ്കസ് ആണ്. ഇത് പഞ്ചസാര വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചതാണ്. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ലിറ്റർ ഐസ്ക്രീം, നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാം നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഈ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ക്രീമാണിത്. മിൽക്ക് പൗഡറും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം ചേർത്ത് സേമിയ ഇട്ടിട്ടുണ്ട്, ചവ്വരി ചേർത്തിട്ടുണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാം ചേർത്ത്, പഴം അരച്ചത് എല്ലാം ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ക്രീമാണ്. അതൊരു പാത്രത്തിലേക്ക്, ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഓരോ ലെയറായിട്ട് ഓരോ ഫ്രൂട്ട്സ് ചേർക്കാം. ആപ്പിൾ ചേർത്തു. ഇനി അതിൻ്റെ മുകളിലായിട്ട് പോംഗ്രാനൈറ്റ്, മുകളിലായിട്ട് ഡേറ്റ്സ്. ഇടയിൽ നമുക്ക് ഓരോ സ്പൂൺ ക്രീം ഒഴിച്ചു കൊടുക്കാം. അടുത്തായിട്ട് ബദാം, ഇനി മുന്തിരി, നട്ട്സ്. ഇതിൻ്റെ മുകളിലായിട്ട് ജെല്ലി, ഇതിൻ്റെ മുകളിലായിട്ട് ഐസ്ക്രീം, വാനില ഐസ്ക്രീം 1 സ്പൂൺ. ഫലൂദ ഉണ്ടാക്കി കഴിഞ്ഞു. ഫലൂദ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്.
തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. ഇത് ഫലൂദ കഴിക്കാൻ വേണ്ടി ഐസ്ക്രീം പാർലറിലൊന്നും ഇനി പോകേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും മനോധർമ്മം അനുസരിച്ച് ആദ്യത്തെ ആ ക്രീം മാത്രം ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫലൂദ റെസിപ്പിയാണ്.